ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഈ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ടീ പാർട്ടികളിലോ ഇഫ്താറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണിത്. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ക്രീമി മസാലയാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബണ്ണീൻ്റെ ഉൾഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് പൊന്തി വന്നിട്ടുള്ള ഈസ്റ്റും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ചൂടുള്ള പാല് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള മൈദയ്ക്ക് അനുസരിച്ച് പാലിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇനി ഈ ഒരു മാവ് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലോ സ്റ്റാൻഡ് മിക്സറിലോ വെച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു 1/4 ഭാഗം കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് ബട്ടർ കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ബട്ടറിന് പകരം 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് ബട്ടറോ ഓയിലോ ഇതുപോലൊന്ന് തടവിയതിന് ശേഷം മാവ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബണ്ണിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്ന ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വളരെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1 കപ്പ് ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, കോൺ 1/2 കപ്പ്, ഇത് രണ്ടും ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 കപ്പ് പാല് ചേർത്ത് മസാല ഒന്ന് തിക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അടുത്തതായി 1/2 കപ്പ് സ്പ്രിംഗ് അണിയൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മാവ് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ എയർ എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ 9 ബോൾസാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഓരോന്നും പലകയിൽ വെച്ച് ഇതുപോലെ ചെറുതായി ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് 2 സൈഡും ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് നല്ലൊരു ബോൾ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കണം. തീരെ ക്രേക്കൊന്നും ഇല്ലാതെ മസാല ലീക്കാവാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ ബോൾസും മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണി കൊണ്ട് 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ ബണ്ണ് ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും ഇതുപോലെ എഗ് വാഷ് ചെയ്ത ശേഷം കുറച്ച് വെളുത്ത എള്ള് ബണ്ണിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുപോലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ബണ്ണിന് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. ഇനി ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവണിൽ ഒരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോ അവണിൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിംഗ് ടൈമിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റൗ ടോപ്പിൽ വെച്ചും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ബണ്ണെല്ലാം ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടർ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.